ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. മഴ കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. സോ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നോക്കണ്ടേ. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കട്ടെ. എന്തായാലും എല്ലാവരും ലേറ്റ് ആയിട്ട് എഴുന്നേറ്റേക്കണം. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റാമെന്ന് നോക്കട്ടെ. അതിനുശേഷം നമുക്കിന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാൻ മാത്രമേ ഉള്ളൂ. വലിയ പരിപാടികളൊന്നുമില്ല. സോ അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് പോയിട്ട് വരണം. അതിനുശേഷം നിങ്ങളെന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ ജിമ്മിൽ പോയതും ഇന്നലെ തൊട്ട് നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇന്നലെ ജിമ്മിൽ പോയതും പിന്നെ നമ്മുടെ ഡിന്നർ കഴിച്ചതൊക്കെ കണ്ടിട്ടു. അപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഗൈസ്, അപ്പോഴേ നമ്മൾ നടന്ന് ജിമ്മിൽ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് കേട്ടോ നമ്മുടെ ജിമ്മിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ. ദി ഹാർട്ട് ജിം. എന്തായാലും കയറി നോക്കട്ടെ. സോ ഗൈസ്, പതിവ് പോലെ തന്നെ നമ്മുടെ ഡിന്നർ ദോശയാണ്. അബിയാണ് കേട്ടോ ദോശ ഉണ്ടാക്കണേ. പക്ഷേ നമുക്കിന്നൊരു വെറൈറ്റി കറിയുണ്ട്. സാമ്പാർ വെച്ചിരിക്കുന്നത് മിഥുനാണ്. ഷെഫ് മിഥുൻ്റെ സാമ്പാറാണ്. കണ്ടിട്ട് സാമ്പാർ പോലെയല്ലേ, ദാൽ കറി പോലെയല്ലേ തോന്നുന്നു. കുറച്ച് പൊളിപ്പ് പോലെ തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് തോന്നുന്നു. അതെ അതെ, അതൊക്കെ അത്ര ഉള്ളൂ. എൻ്റെ ദൗത്യം ഫുൾ ദോശ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചായയും ബിസ്ക്കറ്റ് ആക്കി കേട്ടോ, സിമ്പിളാക്കി തന്നെ ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എത്തി ഇതേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ ഗൈസ്. അപ്പോൾ അതേ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ സവാള റെഡി ആക്കുന്നുണ്ട്. സോ ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾ നോക്കുക. സോ ഷെഫ് മിഥുനാണ് ഇന്ന് ലഞ്ച് ഉണ്ടാക്കണേ. സോ അതേ മാഗി വെച്ചിട്ടുള്ള എന്തോ സംഭവമാണ് ഉണ്ടാക്കുന്നത് മച്ചാൻ. സോ എന്താ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ അതേ നമുക്ക് ഉച്ച കഴിക്കാനായിട്ടുള്ള മാഗി റെഡി ആയിട്ടുണ്ട്. മെയ്ഡ് ബൈ ഷെഫ് മിഥുൻ. ഇന്നത്തെ ലഞ്ച് മാഗി. വെറും മാഗി അല്ലേ, സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ്. സൂപ്പർ ഗൈസ്. അപ്പോൾ ഇന്ന് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയിലേക്കുള്ള കറിയുടെ സെറ്റപ്പൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തക്കാളി അറിഞ്ഞപ്പോൾ ചെറിയൊരു സീനായി. കൈ മുറിഞ്ഞു ഗൈസ്. എവിടെ നിന്നൊക്കെ കാണിച്ചു കേട്ടോ, ഇവിടെ ആയിട്ട് കൈ മുറിഞ്ഞു. സോ അബി ഇതേ പോയി ബാൻഡേജൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് ഇതാട്ടെ ഗൈസ്. അപ്പോൾ ഇത് ബാൻഡേജൊക്കെ ഇട്ടുണ്ട്. സോ ഇൻജോർഡ് കൈയാണ് ഗൈസ്. സോ ഇനി എന്തായാലും നമ്മുടെ മിഥുൻ ബ്രോ അവിടെ ചിക്കൻ കറി സെറ്റാക്കുന്നുണ്ട്. നമുക്ക് രാത്രിയിലത്തേക്ക് നേരത്തെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് നേരത്തെ കറിയാക്കി വെച്ച് തന്നെ ജിമ്മിൽ പോയി വന്ന് കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ നിന്നാൽ ഭയങ്കര ലേറ്റായി പോകും. സോ എന്തായാലും നമ്മുടെ ഷെഫ് മിഥുൻ കറി ഉണ്ടാക്കുന്ന ആൾക്കാർ കേട്ടോ. ஏய் பிரகதீஷ் ப்ரோ, எங்கடா காலையிலேருந்து காணோம், எங்கே போகிறது? ராவே இந்த மாதிரி வீட்லேயே உட்காந்துக்கிட்டு ராவே ஏமாற்றணும்னு நினச்சியா? 40 கிலோமீட்டர்ஸ் போய் என் டீமேட்ஸ் ஹெல்ப் பண்ணிட்டு வந்தேன். சூப்பர்ரா. யாரை பார்த்தேன்? இன்னைக்கு டெப்யூட்டி கலெக்டர் வந்திருந்தாங்க. இந்த ஃபார்மர்ஸ்க்கு என்கொயரிஸ் இருக்கும்ல, ஃபார்மர்ஸ்க்கு என்கொயரிஸ் இருக்கும்ல, கம்ப்ளைண்ட்ஸு அதை பற்றி பேசிகிட்டு இருந்தாங்க. ஓகே, more than 3 hours வெயிட் பண்ணி ஓகே எல்லா என்கொயரிஸும் பண்ணி அந்த உழவன் ஆப் இருக்குல்ல, அது ஒவ்வொரு ஃபார்மர்ஸ்க்கும் எப்படி டவுன்லோட் பண்ணுறதுன்னு சொல்லி கொடுத்து அதில் ஒரு 2 ஸ்கீமை பற்றி நாங்கள் எக்ஸ்பிளைன் பண்ணோம். ஐ மீன் நான் எக்ஸ்பிளைன் பண்ணேன். ஏய், உனக்கு தான் நிறைய ஃபேன்ஸ் கமெண்ட் பண்ணுறாங்கடா, பிரகதீஷ் ப்ரோ ஃபேன்ஸ் அசோசியேஷன். ஏய் உண்மையிலடா, ஃபேன்ஸுக்குலாம் நான் என்ன சொல்ல வரேன்னா, கீப் சப்போர்ட்டிங் ஆலன் விலாக்ஸ். அவன் விலாக்ஸை பார்த்தீங்கன்னா நான் என்ன பண்ணுறேன், எவ்வளோ சமைக்கிறேன். இன்றைக்கி நான் வந்து ஆக்சுவலாக சமைச்சு முடிச்சிட்டேன். வித்து டெஸ்டிங் பண்ணிட்டேன். அவன் சாப்பிட்டு சுகர் சால்ட் அது போல் ஆட் பண்ணுறது என்னன்ட்டு அதை மட்டும் அவன் பார்ப்பான். மீதியெல்லாம் நான் தான் ஒர்க் பண்ணுறேன். ஓகே, நம்ம பசங்களுக்கு தானே சமைக்கிறேன். സോ ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ, അപ്പോഴേ പ്രഗതീഷ് ബ്രോ പറഞ്ഞത് ശരിയല്ല. ശരിക്കും കുക്ക് ചെയ്യുന്നത് നമ്മുടെ മിഥുൻ ബ്രോയാണ്. പ്രഗതീഷ് ബ്രോ എവിടെ കുക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദിസ് ഈസ് ഹൗ പ്രഗതീഷ് ബ്രോ ഈസ് കുക്കിംഗ് ഇൻ പബ്ജി. പ്രോ പബ്ജി പ്ലെയർ. ഓ സോറി ഗൈസ്, BGMI. India, bro.
ഓ സോറി ബ്രോ. സോ ഗൈസ് നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുമ്പോൾ കൊതിയാവണം. സോ ഈ ചിക്കൻ കറി വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകണം. സോ എന്താ ഡിന്നർ കഴിക്കാൻ പോകണം എന്നാൽ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കുറച്ച് ചെറുതായി. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗായി വരുന്നവരെ എല്ലാവർക്കും